നമസ്കാരം സുഹൃത്തുക്കളെ, ടറോട്ട് ലവ് എനർജീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വായനയുടെ തലക്കെട്ടെന്ന് പറയുന്നത്, നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, നിങ്ങളിലേക്ക് വരുവാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ? സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിൽ നിന്നും തീർത്തും വളരെയധികം അകന്നു പോയിട്ടുള്ള ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, നിങ്ങളിലേക്ക് വരുവാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. അവസാനം കുറച്ച് പ്രണയ സന്ദേശങ്ങളും എടുക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയെ മനസ്സിൽ ആത്മാർത്ഥമായി വിചാരിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ പറ്റുന്നത്, ഈ വ്യക്തി വളരെയധികം കാത്തിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. കാത്തിരിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ സാന്നിധ്യത്തിനും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുവാനും വേണ്ടിയിട്ടാണ് ഈ വ്യക്തി കാത്തിരിക്കുന്നത്. കാരണം ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് മുറിവേൽപ്പിച്ചതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് മാനസിക മുറിവാണ് ഉദ്ദേശിച്ചത്. ഈ വ്യക്തി ഇത്രയും കാലം മറ്റാരുടേക്കോ അടിമയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അടിമ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത ഒരു രീതിയാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി എന്തുകൊണ്ടോ കുട്ടികളെക്കാൾ കഷ്ടമായിട്ട് നിങ്ങളോട് പെരുമാറി എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ പല രീതിയിലും പലവരും, ഒരുപക്ഷെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെപ്പോലും പലവരും താക്കീത് നൽകിയിട്ടുണ്ടാകാം. അതായത് ഈ ബന്ധം നിങ്ങൾക്ക് കൊള്ളില്ല എന്നും നിങ്ങൾക്ക് ഇതിലും നല്ല ബന്ധങ്ങൾ വരുമെന്നും മറ്റുള്ളവർ നിങ്ങളെ ശകാരിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഉപദേശിച്ചിട്ടുണ്ടാകാം. പക്ഷെ നിങ്ങൾ ഈ വ്യക്തിയിൽ മാത്രം മുഴുവനുമായി മനസ്സുറപ്പിച്ച് വിശ്വാസമുറപ്പിച്ച് ഈ വ്യക്തിയെ മാത്രം നോക്കി നിന്നതായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി, അതായത് നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്ത അത്രയും പ്രാധാന്യം ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങൾക്ക് തന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണെങ്കിലും പെട്ടെന്ന് മറക്കാനും പൊറുക്കാനും ക്ഷമിക്കാനും കഴിയും. പക്ഷേ ഈ വ്യക്തി നിങ്ങളെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് മറ്റു പലവരുടെയും സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ, ഒരുപക്ഷെ തേർഡ് പാർട്ടിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ വ്യക്തി നിങ്ങളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടാവുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ടോ നിങ്ങളെ താഴ്ത്തിക്കെട്ടുകയും തേർഡ് പാർട്ടിയെ പുകഴ്ത്തി പറയുകയും ചെയ്തിട്ടുള്ള സാഹചര്യമായിട്ട് കാണപ്പെടുന്നുണ്ട്. പല സാഹചര്യങ്ങളിലും നിങ്ങളുടെ സ്നേഹം, നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ള സ്നേഹത്തെ ഈ വ്യക്തി യാതൊരു തരത്തിലും നീതി തരാതെ നിഷേധിച്ചതായി കാണപ്പെടുന്നുണ്ട്. ആ ഒരു നിഷേധത്തിന് മുന്നിൽ നിങ്ങൾ വളരെയധികം തകർന്നു വീണിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റാരിലേക്കും പോകാനോ പരിപൂർണമായിട്ടും ഈ ഒരു പ്രണയബന്ധമോ ദാമ്പത്യ ജീവിതമോ ഉപേക്ഷിച്ചു പോകാനോ നിങ്ങളെ കൊണ്ട് ആവില്ല. കാരണം ഈ വ്യക്തി എന്തൊക്കെ നിങ്ങളെ ചെയ്താലും നിങ്ങൾക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളത് ഈ വ്യക്തി തന്നെയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയെ മറ്റൊരു കാരണങ്ങൾ കൊണ്ടുമല്ല സ്നേഹിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഹൃദയത്തെയാണ് സ്നേഹിച്ചിട്ടുള്ളത്. അത് എന്നും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകും എന്നത് തന്നെയാണ് വാസ്തവം. പക്ഷേ നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഈ വ്യക്തിയെ കണ്ട് അന്നു മുതൽ തൊട്ട് തന്നെ നിങ്ങൾക്ക് പരസ്പരം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അതും വളരെയധികം പോസിറ്റീവ് മാറ്റങ്ങൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി മറ്റു പലവർക്കും പ്രാധാന്യം കൊടുക്കാതെ നിങ്ങളിലേക്ക് മാത്രമായി വരാനായിട്ടാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വന്നാൽ മാത്രമേ ഈ വ്യക്തിക്ക് പരിപൂർണത ലഭിക്കുകയുള്ളൂ എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. ഒരുപക്ഷെ ഈ വ്യക്തിയെ മറ്റാരെങ്കിലും ഉപദേശിക്കുന്നുണ്ടാകാം, നിങ്ങളുടെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കുന്നുണ്ടാകാം. അത്തരം സാഹചര്യങ്ങളും കൂടിയായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ വ്യക്തി ഇപ്പോൾ ഒരു ഇരുട്ടിലാക്കപ്പെട്ട അവസ്ഥയാണ്, അല്ലെങ്കിൽ മരിച്ചതിന് തുല്യമാണ്. ഈ വ്യക്തിയുടെ മനസ്സ് വളരെയധികം മരവിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ വെള്ളവും അല്ലെങ്കിൽ ഫലങ്ങളും വേറെ യാതൊരു തരത്തിലുള്ള വായുവോ അല്ലെങ്കിൽ വെള്ളമോ ലഭിക്കാതെ ഉണങ്ങി വറ്റി വരണ്ടു പോയ ഒരു ഭൂമിക്ക് തുല്യമാണ് ഈ വ്യക്തിയുടെ മനസ്സ്.
അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒറ്റയ്ക്കിരുന്നു കൊണ്ട് തന്നെ നിങ്ങളായിട്ടുള്ള ആ ഒരു സാഹചര്യങ്ങളെല്ലാം അയവിറക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളിലേക്കുള്ള ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങളോടുള്ള ആകർഷണവും സ്നേഹവും നിങ്ങളായി സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അത് നല്ലതുമാകട്ടെ ചീത്തയുമാകട്ടെ, എല്ലാ കാര്യങ്ങളും ഈ വ്യക്തി ഓരോന്നായി എണ്ണി എണ്ണി ഓർത്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധമോ ദാമ്പത്യ ജീവിതമോ എന്ന് പറയുന്നത് വലിയൊരു പാഠമായിട്ട് ഈ വ്യക്തി നോക്കിക്കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ള ഭയം കൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് പരിപൂർണമായിട്ടും ഇഴുകിച്ചേരാൻ മടിച്ചു നിൽക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. പക്ഷെ നിങ്ങൾ വന്നാൽ മാത്രമേ ഈ വ്യക്തിക്ക് പൂർണ്ണത ലഭിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു വിശ്വാസവും അല്ലെങ്കിൽ ആ ഒരു അറിവും ഈ വ്യക്തിക്കുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈ വ്യക്തി മനസ്സുകൊണ്ട് അപേക്ഷിച്ചു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വ്യക്തി അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും നിങ്ങളോട് മാപ്പ് അപേക്ഷിക്കുകയാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ വ്യക്തിക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സിന് ഒരു ശാന്തി ലഭിക്കുകയുള്ളൂ എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ ഇത്രയും കാലം നിങ്ങളെ വിഷമിപ്പിച്ചതിനും നിങ്ങളെ കഷ്ടമാക്കിയതിനും ഈ വ്യക്തിക്ക് തിരിച്ചടിക്കുമോ എന്നുള്ള ഭയം കൂടെ ഈ വ്യക്തിക്കുണ്ട്. അതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു ശാപത്തിന് മുന്നിൽ കീഴ്പ്പെടാതെ അതിൽ നിന്നും രക്ഷ നേടാനും കൂടെ ഈ വ്യക്തി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ രക്ഷ നേടണമെന്ന് ഈ വ്യക്തി മനസ്സിൽ അടിയുറച്ച് തീരുമാനിക്കുന്നുണ്ട്. കാരണം അത് മറ്റു പലവരുടെയും കൂടി ഉപദേശം കൊണ്ടും കൂടി ആയിരിക്കണം നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ വ്യക്തിയെ ഇത്രത്തോളം പ്രകോപിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപക്ഷെ ഈ വ്യക്തിയെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും ചെയ്യുന്നുണ്ടാകാം. അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുടെ രൂപം തന്നെയാണ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏത് ഊണിലും ഉറക്കത്തിലും ഏത് സന്ദർഭത്തിലും ഒരുപക്ഷെ നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുള്ള പലതരത്തിലുള്ള സമ്മാനങ്ങളും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും ഈ വ്യക്തി അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, അത് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ സമാധാനമില്ലാതെ ഈ വ്യക്തി കിടന്ന് അലയുന്നുണ്ടാകാം, മറ്റുള്ളവരോട് വിഷമം പറയുന്നുണ്ടാകാം. പക്ഷെ മറ്റാരോടൊക്കെ വിഷമം പറഞ്ഞാലും ഉപദേശം തേടിയാലും അവസാനത്തെ ആ ഒരു സമാധാനത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നുള്ള സത്യം ഈ വ്യക്തി ഓരോ നിമിഷവും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ യൂണിവേഴ്സ് തിരിച്ചറിയിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിന് നീതി ലഭിക്കണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ആദ്യമൊക്കെ വേണ്ട എന്നായിരുന്നു, മറ്റു പലവരും പറയുന്നത് കേട്ടായിരുന്നു പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതലും താല്പര്യം നിങ്ങൾക്കായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള ചിന്ത, നിങ്ങളുടെ സ്നേഹത്തിന് നീതി ലഭിക്കണം എന്നായിരുന്നു നിങ്ങളുടെ പ്രാർത്ഥന. പക്ഷെ ഇപ്പോൾ നേരെ തിരിഞ്ഞടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല എന്നുള്ളൊരു മനോഭാവത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അതേസമയം ഈ വ്യക്തിക്കാണെങ്കിലോ നിങ്ങളോട് ചെയ്തു കൂട്ടിയിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും മാപ്പ് പറഞ്ഞ് ഈ വ്യക്തിയെ സ്വീകരിക്കണം എന്നുള്ള അവസ്ഥയിലാണ് ഈ വ്യക്തി നിൽക്കുന്നത്. എന്തായാലും ഇനി അങ്ങോട്ട് ഈ വ്യക്തി സൂക്ഷിച്ചേ പെരുമാറുകയുള്ളൂ. കാരണം അത്രത്തോളം പ്രശ്നങ്ങൾ ഈ വ്യക്തി ഇപ്പോൾ ഓരോന്നോരോന്നായി നേരിട്ടുകൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി വിചാരിച്ചത് നിങ്ങളിൽ നിന്നും അകന്നു പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ വ്യക്തി കുറച്ചും കൂടി നന്നാവും, കുറച്ചും കൂടി മെച്ചപ്പെട്ട ബന്ധങ്ങൾ ലഭിക്കും, കുറച്ചും കൂടി മെച്ചപ്പെട്ട ജീവിതം ലഭിക്കും, വ്യക്തികൾ ലഭിക്കും, കൂട്ടുകാർ ലഭിക്കും എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അതെല്ലാം അപ്പാടെ തെറ്റിച്ചുകൊണ്ടാണ് ഈ വ്യക്തിയുടെ സാന്നിധ്യം ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പൊ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ വ്യക്തിക്ക് വലിയൊരു പാഠം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ഈ വ്യക്തി തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് പ്രണയ സന്ദേശങ്ങളും കൂടെ എടുത്ത് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ റാൻഡം ആയിട്ട് കിട്ടിയിട്ടുള്ള പ്രണയ സന്ദേശങ്ങൾ. എന്നോട് ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ, എന്നെ അവഗണിക്കല്ലേ പ്ലീസ് എന്നാണ് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നോട് ക്ഷമിക്കൂ, എൻ്റെ അമ്മ പറയുന്നത് എനിക്ക് അനുസരിക്കേണ്ടി വന്നു. അതെ, അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അമ്മ പറയുന്നത്, തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിന് തേർഡ് പാർട്ടി ഉണ്ട്. എനിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള പ്രചോദനമായത് നീയാണ്. അതെ, ഈ വ്യക്തിക്ക് ഇപ്പോൾ മുന്നോട്ട് ജീവിക്കാൻ, അതായത് ഈ വ്യക്തിയുടെ ഏറ്റവും മോശപ്പെട്ട സാഹചര്യത്തിലായിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയിട്ടുണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള പ്രചോദനമായത് നിങ്ങളാണ്. പക്ഷെ കാര്യം കഴിഞ്ഞതിന് ശേഷം
കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, എല്ലാം ശരിയായതിനു ശേഷം ഈ വ്യക്തി നിങ്ങളെ തള്ളിപ്പറഞ്ഞതായിട്ടാണ് കാണിക്കുന്നത്. നീയുമായി ഒരുമിച്ച് ജീവിക്കുവാൻ ഞാൻ ചില തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണെങ്കിൽ പോലും ഈ വ്യക്തിയെ പരിപൂർണമായിട്ട് നമുക്ക് തകർത്ത് കളയാൻ പറ്റില്ല. കാരണം എത്രത്തോളം താഴ്ന്നു പോയാലും വീണ്ടും ഉയർന്നു വരുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. ഞാൻ നിന്നെ അപമാനിച്ചു, എനിക്ക് മാപ്പ് തരണം, എനിക്കൊരു അവസരം തരണം. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാർഡ്സിലൂടെ വ്യക്തമാണ് ഈ വ്യക്തി, ഈ പേഴ്സൺ നിങ്ങളെ മാനസികമായിട്ട് വാക്കുകൾ കൊണ്ട് വളരെയധികം മുറിവേൽപ്പിച്ചതായിട്ടും വേദനിപ്പിച്ചതായിട്ടും കാണപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അപമാനിച്ച ആ ഒരു രീതി തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ അത് ഒരുപക്ഷെ നിങ്ങൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. മറ്റെന്ത് കാര്യവും നിങ്ങൾക്ക് സഹിക്കാം, പക്ഷെ സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന, ആത്മാഭിമാനം എന്ന് പറയുന്ന ആ ഒരു ഘടകം അത് മാറ്റിവെക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല. ഒരുപക്ഷെ ആ ഒരു ആത്മാഭിമാനം പണയം വെക്കാൻ ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടാകാം. പക്ഷെ അതിലേക്കൊന്നും നിങ്ങൾ വീണു പോകാതെ പിടിച്ചു നിന്നത് തീർച്ചയായിട്ടും നിങ്ങളൊരു ധീരയായ വ്യക്തി തന്നെയാണ്. പക്ഷേ ഈ വ്യക്തിക്ക് മുന്നിൽ എവിടേക്കോ നിങ്ങളുടെ ആ ഒരു ആത്മാഭിമാനം നഷ്ടപ്പെട്ടു പോയതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ അറിയാം ഈ വ്യക്തി നിങ്ങളെ അപമാനിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അതിനൊക്കെ ഈ വ്യക്തി മാപ്പ് പറയുകയാണ്. ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.